എന്നാലും അനീഷിനോട് ഇത് വേണ്ടായിരുന്നു. പാവം അനീഷ്. ബി ഹൗസിൽ ഏറ്റവും കൂടുതൽ ജയിലിൽ കിടന്ന അനീഷിന് ബിഗ് ബോസ് നൽകിയ ഒരു സമ്മാനമായിരുന്നു. അനീഷിന്റെ ജയിൽ റെക്കോർഡ് ഇതുവരെ ആരും ഭേദിക്കാത്തതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഒരുക്കിയ സമ്മാനമായിരുന്നു. എല്ലാവരോടും ഗാർഡൻ ഏരിയയിലേക്ക് പോകുവാൻ പറഞ്ഞു. അവിടെ ജയിലിനരികിൽ ഒരു ഇനോഗ്രേഷൻ സെറ്റപ്പ് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അനീഷിനോട് അത് ഇനോഗ്രേഷൻ ചെയ്യാൻ പറഞ്ഞു. മറ്റുള്ള ഹൗസ്മേറ്റ്സ് എല്ലാവരും കൈയടിച്ച് പാസാക്കി. അനീഷ് ആ റിബൺ ഊരിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അനീഷ് ഈ ജയിലിന്റെ ഐശ്വര്യം എന്നായിരുന്നു. എന്നാൽ ഇത് കണ്ടപ്പോൾ മറ്റുള്ളവർക്കെല്ലാവർക്കും കോമഡിയായി തോന്നിയെങ്കിലും അനീഷിന് അത് വളരെ വേദനാജനകമായ ഒരു കാര്യമായിരുന്നു. സാധാരണഗതിയിൽ ബിഗ് ബോസിന്റെ അടുത്തു നിന്നും ലാലേട്ടന്റെ അടുത്തു നിന്നും ഇനി ആരുടെ അടുത്തു നിന്നും ഒരു സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ ചെറു പുഞ്ചിരിയോടുകൂടിയല്ലാതെ അനീഷ് അത് ഏറ്റുവാങ്ങാറില്ല. എന്നാൽ ഇന്ന് അനീഷിന്റെ മുഖത്ത് ഒട്ടും സന്തോഷം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇനോഗ്രേഷൻ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് പറഞ്ഞു എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കുവാൻ. ആ സമയം ലാലേട്ടൻ പറഞ്ഞു ഇത് വെറും ഒരു തമാശയായി എടുത്താൽ മതിയെന്ന്. അനീഷിനോട് ലക്ഷ്മിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു തമാശയായി മാത്രം കണ്ടാൽ മതി, സീരിയസ് ആക്കി കാണണ്ട എന്ന്. അതിനുശേഷം ഒരു ടാസ്ക് എല്ലാം കഴിഞ്ഞ് ജയിലിനരികിൽ പോയതിനു ശേഷം അനീഷ് ബിഗ് ബോസിനോട് ചോദിച്ചു ഇത് ലഭിക്കാൻ ഞാൻ അർഹതപ്പെട്ട വ്യക്തിയാണോ എന്ന്. അനീഷിന് അത് നന്നായി വിഷമമായെന്ന് അനീഷിന്റെ ആ ഒരു ഡയലോഗിൽ തന്നെ നമുക്ക് മനസ്സിലാകും. അതിനുശേഷം തൊട്ട് അനീഷ് വളരെ ഡെസ്പായിട്ടായിരുന്നു എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.